ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ള S23 അൾട്രനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. S23 അൾട്രനെ കുറിച്ച് ഞാൻ ഫുള്ളായിട്ട് കാട്ടിത്തരാം. S23 അൾട്ര അടിപൊളി ഫാനും തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ചരലിൻ്റെ താഴത്തൊക്കെ നമ്മൾ വെക്കുമ്പോൾ എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു S23 അൾട്ര തന്നെയാണ്. നമ്മൾ ഫുള്ളായിട്ട് റിവ്യൂ കാട്ടിത്തരാം. അതിനെക്കുറിച്ച് അതിൻ്റെ പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. S23 അൾട്ര പറഞ്ഞ ഒരു പ്രീമിയം ലുക്ക് തന്നെ കേട്ടോ. നമുക്കൊരു പണ്ടേ അറിയുന്നതാണ്. നമുക്ക് S23 ഇറങ്ങിയത് മുതൽ പ്രീമിയം ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ S23 മുതലാണ് പ്രീമിയം ലുക്കാണ് വരൽ തുടങ്ങിയത്. 22 കുഴപ്പമില്ല, S22 അൾട്ര കുഴപ്പമില്ല. പക്ഷേ S23 അറിയുമ്പോൾ ഒരു വേറൊരു ഫീലാണ്. പലകകണ്ഠം പോലെയാണ്. പക്ഷെ അത് പലകകണ്ഠം പറഞ്ഞിട്ട് കാര്യം, അതിന് കുറേ അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട്. പ്രൊസസ്സർ തന്നെ സ്നാപ്ഡ്രാഗൺ Agent 2 ആണ് കേട്ടോ. അത് അത്യാവശ്യം അടിപൊളി പ്രൊസസ്സറൊക്കെ ആയിരുന്നു. പിന്നെ എലൈറ്റ് ചിപ്പൊക്കെ ആയതുകൊണ്ട് Agent 2 അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ പറയാം. അടിപൊളി തന്നെയാണ്. 36 GHz വരുന്നത് അടിപൊളി തന്നെയാണ്. 6.8 ഇഞ്ചാണ് ഫോണിന്റെ സൈസ് വരുന്നത്. AMOLED 2X ആണ് വരുന്നത്. അതിന്റെ കാര്യത്തിലൊക്കെ അടിപൊളിയായിട്ട് വേറെ ഒന്നും പറയാനില്ല. 20 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഗുറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഡിസ്പ്ലേ ആണ് തോന്നുന്നു. അതുപോലെ റിയൽ ക്യാമറ വരുമ്പോൾ നമുക്ക് 200 MB വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറ ഉണ്ടോ വരുന്നത്. അടിപൊളി തന്നെ ഈ കാര്യം. 12 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 10 MB ടെലപ്പോർട്ടോന്റെ ക്യാമറ വരുന്നുണ്ട്. പിന്നെ 3X ഒപ്റ്റിക്കൽ സൂം ആണ് വരുന്നത്. നമുക്ക് 8K 30 FPS വീഡിയോ റെക്കോർഡിംഗ് പറ്റും കേട്ടോ. നമുക്ക് 8K 24 ഒക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ക്യാമറയിൽ 12 MB വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. 4K 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഫ്രണ്ട് ക്യാമറയിൽ. അതുപോലെ ബാറ്ററിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി, പിന്നെ 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും USB Type-C ആണ്. സിം ഇടാം. അതുപോലെ തന്നെ 5G സപ്പോർട്ടാണ്. 1TB 256 128 വരുന്നത്. ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി തന്നെയാണ്. S23 പറയുമ്പോൾ വേറൊരു ഫീൽ ആട്ടോ. 23 അല്ലേ, S23 അൾട്രക്കാണ് ഈ ഒരു ലുക്ക് കിട്ടുന്നത്. പലക കഷ്ണം എന്ന് പറയാൻ പറ്റൂല, കാരണം അടിപൊളി തന്നെ. ശേഷം നല്ലൊരു കർവേഡും ഒരു അടിപൊളി തന്നെ കേട്ടോ. വേറൊരു ഫീലാണ് നമുക്ക് തരും ഈ ഒരു ഫോൺ. നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി തന്നെയാണ്. പോർട്ട് തന്നെ താഴത്തെ ഭാഗത്താണ് കേട്ടോ. അൾട്ര ആയതുകൊണ്ട് ഇതിനിപ്പോ ഒരു പെന്നും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് S21 അൾട്രക്ക് ഒന്നും പെന്നില്ലായിരുന്നു. S22 അൾട്രക്ക് ഉണ്ട്, പക്ഷെ S21 അൾട്രക്ക് ഇല്ലായിരുന്നു. അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നല്ല ക്ലിയറും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി തന്നെയാണ്. നല്ല പ്രീമിയം ക്വാളിറ്റി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. വേറെ ലുക്ക് തന്നെ ഉണ്ട് നമുക്ക് കിട്ടുന്നത് ഈ ഫോട്ടോ നമ്മൾ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ. ഇറ്റന്ന് കുറച്ച് ക്ലിയർ കുറയും, പക്ഷേ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല വെളിച്ചത്തിൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലിയർ വേറൊരു അടിപൊളി തന്നെയാണ്. ഗെയിമിനും കാര്യങ്ങൾക്കൊക്കെ നല്ല FPS കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇതിമെന്ന് ഗെയിം കളിക്കുമ്പോൾ നമുക്ക് FPS നല്ല അടിപൊളി 90 അല്ലെങ്കിൽ 120 FPS ഒക്കെ അടിപൊളി നമുക്ക് കളിച്ചിട്ടോ. ഈ ഫോണിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു അടിപൊളി പ്രീമിയം ആയതുകൊണ്ട് അടിപൊളി തന്നെ കേട്ടോ. കൂടി സ്റ്റോറേജ് പറഞ്ഞുതരാം. 12 256 12 512 12 1TB ആണ് വരുന്നത്. 128 ഇല്ല. 2023 ഫോൺ ആയതുകൊണ്ട് അത്യാവശ്യം അടിപൊളി തന്നെയാണ്. കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പെർഫോമൻസ് റിസൾട്ട് ഒക്കെ അടിപൊളിയാണ്, പക്കയാണ്. ഈ ഒരു ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി തന്നെയാണ്. കാരണം നല്ല ക്വാളിറ്റി, നമുക്ക് ഗെയിം കളിക്കുമ്പോൾ വേറൊരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ FE ആയാലും അൾട്ര ആയാലും ഏതായാലും നമുക്ക് ഡിസ്പ്ലേന്റെ കാര്യത്തിൽ ഒന്നും പറയാണ്ടാവില്ല. അടിപൊളി തന്നെ കാര്യം. ഡിസ്പ്ലേ പൊളി കാര്യം കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേന്റെ കാര്യം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഫോൺ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി തന്നെ കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ കുത്തി പൊട്ടിച്ചാൽ എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബൈ.